നമ്മുടെ ലസിത കുണുകുണുവാവ ഇല്ലേ, നമ്മുടെ വാലക്കൽ അമ്മായി. അമ്മായിക്ക് നമ്മളോട് എന്തിനോ പറയാനുണ്ട്. അത് കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ കാസർഗോഡ് നാരായണേട്ടൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ, അദ്ദേഹം സ്വയം സേവ സംഘടനായിരുന്നു. 10-65 വയസ്സുള്ള ഈ ഒരു മനുഷ്യൻ 2-3 മാസമായിട്ട് ഏതോ ഒരു കടയിലാണ് താമസമൊക്കെ. അദ്ദേഹം വളരെ അവശനായി, അദ്ദേഹത്തിൻ്റെ ദേഹമൊക്കെ പൊട്ടി അളിഞ്ഞപ്പോഴത്തേക്കും ആ പരിസരത്തുള്ള ആള് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ വിളിച്ച് പരാതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് അംഗം, അദ്ദേഹത്തിൻ്റെ കുറേ സഹപ്രവർത്തകരെല്ലാം കൂടെ ആ സ്ഥലത്ത് വരുന്നു. ആ മനുഷ്യനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റാണ്, 4ാം സ്റ്റേജാണ് ഇദ്ദേഹത്തിന്. അപ്പോൾ ചികിത്സ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയതിന് ശേഷം അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വേണ്ടി വീട്ടുകാരോട് അറിയിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഇത് ഏറ്റെടുക്കാൻ വയ്യാതായപ്പോൾ വീണ്ടും നമ്മുടെ ഈ ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഈ ഒരു സഹോദരിയും കുറച്ച് സഹപ്രവർത്തകരും കൂടെ ഇദ്ദേഹത്തിൻ്റെ ബോഡി ഏറ്റെടുക്കുകയും അത് മറവ് ചെയ്യുന്ന വാർത്തകളെല്ലാം നമ്മൾ കണ്ടു അല്ലേ. ഇവിടം വരെ ക്ലിയർ ആണല്ലോ അല്ലേ. അതിനുശേഷം നമ്മുടെ ഈ വിസർജന ചാനലിനകത്ത് ഒരു വാർത്തയും കൂടെ നമ്മൾ കണ്ടായിരുന്നു. അതായത് ഇതെല്ലാം ചെയ്തത് നമ്മുടെ ഇവിടുത്തെ സേവാഭാരതിയാണ്, രാജ്യത്തിൻ്റെ സ്വയം സേവ സംഘകരാണ്. സത്യം പറയാം, അല്പമെങ്കിലും നാണോ മാനോ ഉളുപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഘിണികളും സംഘപരിവാർ റോളികളും വന്നിട്ട് ഇങ്ങനെ കൊണയടിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള സഹോദരന്മാരെ, നിങ്ങൾ വേണം ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ. നമുക്ക് ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു സിറ്റുവേഷൻ, അന്നേരത്തെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നമ്മുടെ ചേച്ചി പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ടേ. വാ, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഈ പർദ്ദ ഇട്ട ഈ മുസ്ലിം വനിത, ഈ നാരായണേട്ടൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, ആ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം ഒരു കടയ്ക്കകത്താണ് അയാൾ താമസിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ ഒരു കോലം കേട്ടോ. എന്തായാലും കുറേ നല്ല മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് വേണ്ട ഒരു പ്രാഥമിക ശുശ്രൂഷയൊക്കെ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇതാണ് ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ. 2 ഭാര്യമാരും മക്കളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളതാണ്. ഈ ഒരു ദയനീയ കാഴ്ച കണ്ടിട്ട് ലെവളെ പോലുള്ളവളൊക്കെ വന്നിരുന്നുകൊണ്ട് കൊണയടിക്കുമ്പോഴത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് നിങ്ങളാണ് കേട്ടോ. ഇനി ലെവള് പറയുന്നത് എന്താണോ നമുക്കൊന്ന് കേൾക്കാം. വാ. ഇർഫാൻ, നിനക്കൊക്കെ ഈ സേവാഭാരതി ചെയ്തതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കേ. അവിടെ നടന്ന സംഭവം എന്താ? ശവസംസ്കാര ചടങ്ങിന് ഒരു കൊള്ളി അവിടെ വെച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഫോട്ടോഷൂട്ടല്ലേ നടത്തിയത് അല്ലേ? മെമ്പറോടാണ് ചോദിക്കുന്നത്. നിനക്കൊക്കെ ശരിക്കും നാണവും മാനും ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാന്ന് മനസ്സിലായി. മുസ്ലിം ലീഗുകാരാ, കുറച്ചെങ്കിലും ഒരു മൂളമാണ് നിനക്കൊക്കെ. അവിടെ സേവാഭാരതി ഒന്നിനും ആഗ്രഹിച്ചിട്ടല്ല എല്ലാരെയും സഹായിക്കുന്നത്. ആ സേവാഭാരതിയിലെ ഒരാള് അവിടെ എല്ലാ സഹായങ്ങളും ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ, ഒരു കൊള്ളി അവിടെ വെച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് പോയ സമയത്ത് ഇവരാണ് എല്ലാം ചെയ്തു തീർത്തത്, RSSകാരെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയാൻ തനിക്കൊക്കെ നാണവും മാനും ഉളുപ്പും ഒക്കെ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഷ്ടം തന്നെ ഇങ്ങനെ എല്ലാ കഥകള് വായിച്ചെറിയാൻ. ശരിക്കും നിങ്ങളൊക്കെ ഈ ഒറ്റത്തന്നക്ക് ജനിച്ചതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് വലിയൊരു ന്യൂസാണ്. എന്തെന്നാ RSSകാരനെ തിരിഞ്ഞു നോക്കിയില്ല എന്ന്. അതാന്ന് പറയുന്നത്. ശരിക്കും അവിടെ നടന്ന സംഭവം എന്താ? അവിടെ നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവാഭാരതിയിലെ ആളാണ് ആ ശവസംസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരോട് ഈ ഇർഫാൻ എന്ന് പറയുന്ന ആ മെമ്പർ ഒരു കൊള്ളി അവിടെ വെച്ചോട്ടേയും ചോദിച്ചിട്ടേ ഉള്ളൂ. ആ കൊള്ളി വെച്ചതിന് ശേഷം ചാനലുകാരോട് ഞാനാണ് ഇവിടെ എല്ലാം ചെയ്തത് എന്ന് പറയാൻ ഇർഫാനെ നിനക്ക് നാണവും മാനവും ഇല്ലേ? ജനങ്ങൾ അറിയുന്നുണ്ട്. എല്ലാ ജനങ്ങൾ അറിഞ്ഞത് കൊണ്ടാണല്ലോ ഇതൊക്കെ പബ്ലിക് ആയത്. അപ്പൊ ശരിക്കും നാണവും മാനവും ഇല്ലാത്തവളോട് പോയി ചത്തൂടെടി നിനക്കൊക്കെ. ചത്തൂടെ? അതല്ലേ നല്ലത്. ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ വലിയ രീതിയിൽ ഞാനാണ് ചെയ്തത്, മതേതരത്വം പൂത്തുലഞ്ഞു. എന്ത് മതേതരത്വമാണ് തനിക്കൊക്കെ പൂത്തുലഞ്ഞത്? ഇങ്ങനെ കളവ് പറയുന്നതിലൂടെയാണ് മതേതരത്വം പൂത്തുലഞ്ഞത്. എല്ലാവരും RSSന്റെ നെഞ്ചിൽ അങ്ങ് കയറുന്നത്. എന്തിനാ ഇങ്ങനെ നെഞ്ചിൽ കയറേണ്ട ആവശ്യം എന്നാണ്? അപ്പൊ ലാസ്റ്റ് ഇത് പിടിച്ചു പോയത് കൊണ്ട് മാപ്പുമായിട്ട് ഇനി നാളെ ഇപ്പം വരും. നിങ്ങൾ കണ്ടിരുന്നോ? അപ്പം ശരി എന്നായാല്. അതായത് നമ്മുടെ മീഞ്ച പഞ്ചായത്തിൽ നിന്ന് ഷെരീഫ് ചിന്നാല മെമ്പർ വിളിച്ചു. ആദ്യം ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, നിങ്ങളെ ഓൾഡ് ഏജ് ഹോമിലേക്ക് അവർ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതും അവിടെ പോയി നോക്കുന്ന സമയത്ത് ആ വ്യക്തിയെ ഈ
ഹോമിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം അല്ലായിരുന്നു. അത്രത്തോളം അവശനായിരുന്നു. പിന്നെ മൗത്ത് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആളുകൾ പറഞ്ഞു. അപ്പോൾ പോയിട്ട് നമ്മൾ വെള്ളം കൊടുത്ത സമയത്തും അവർക്കത് ഇറക്കാനുള്ള ഒരു സാഹചര്യം അല്ലായിരുന്നു. യു കനോട്ട് സോൾവ് എന്ന രീതിയിലായിരുന്നു. ഉമിനീർ വന്നുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മഞ്ചേശ്വരം സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് വന്നു. അതിനുശേഷം കളക്ടറെ വിളിച്ചു. പിന്നെയാണ് നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിനെ അറിയിച്ചു. കളക്ടർ ത്രൂ ആണ് നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിനെ അറിയിക്കുന്നത്. അങ്ങനെ പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ട്രീറ്റ്മെൻറ്റ് ആയതിനു ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ ഫെർദർ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഫെർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 1 മാസത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ മിഞ്ഞാന്നാണ് അവിടുന്ന് വിളിച്ചറിയിക്കുന്നത്. അവസ്ഥയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അവർ ലാസ്റ്റ് സ്റ്റേജ് മാപ്പല്ല നിന്റെ കോപ്പ്. സത്യം പറയാം കേട്ടോ, 10 വയസ്സാണ് വിവരം അടുത്തൂടെ പോലും പോയിട്ടില്ല. പിന്നെ ബുദ്ധി വളരുന്നതേ ഉള്ളൂ. കാരണം ഇവള് പറഞ്ഞില്ലേ, സേവാഭാരതി അല്ല ചാണാംഭാരതി. മാനോ അഭിമാനോ ഉളുപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ചോദിച്ച ആ ചോദ്യമില്ലേ, പോയി ചത്തൂടെ. എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? കിട്ടിയിരിക്കുന്ന പാവ അച്ഛനമ്മയൊക്കെ തുമ്മിപ്പിക്കുന്ന എന്തിനാടി നീയൊക്കെ? നാണോ മാനോ ഉണ്ടോ നിനക്കൊക്കെ? ആ മനുഷ്യൻ 2-2.5 മാസമായിട്ട് ആ കടയ്ക്കകത്ത് കിടന്ന്, സ്വന്തം കുടുംബം, 2 ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അവര് തിരിഞ്ഞു നോക്കിയില്ല. ഈ പറയുന്ന സേവാഭാരതി ചാണാംഭാരതിയും തിരിഞ്ഞു നോക്കിയില്ല. ഒരു പട്ടികളും തിരിഞ്ഞു നോക്കിയില്ല ആ മനുഷ്യനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അദ്ദേഹത്തിന് മുടിയും താടിയൊക്കെ വെട്ടി വൃത്തിയാക്കി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റാണ്, 4ാമത്തെ സ്റ്റേജാണെന്ന് മനസ്സിലാകുന്നത്. ആ മനുഷ്യന് വേണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ പിന്നീട് ഹോസ്പിറ്റലിലാണ് കൊടുത്തത്. മരണപ്പെട്ടതിന് ശേഷം കുടുംബക്കാരെയും നീ പറഞ്ഞ ഈ ചാണാംഭാരതിനെയൊക്കെ അറിയിച്ചപ്പോഴത്തേക്ക് അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം സേവാഭാരതിയുടെ ആംബുലൻസിനകത്താണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. ഇതാണ് നിങ്ങൾ കാണുന്ന സേവാഭാരതിയുടെ ആംബുലൻസ്. ഈ ആംബുലൻസിനകത്ത് കൊണ്ടുവന്ന് ആ സഹോദരന് വേണ്ടി അവരൊരു ചിതയൊരുക്കി. അപ്പോൾ ഈ പറഞ്ഞ സേവാഭാരതിയുടെ ഒരാള് എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ കർമ്മങ്ങൾ നടത്താൻ അവിടെ ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസിയുടെ ഒരു കയ്യാളായിട്ടാണ് ഇയാൾ വന്നിട്ട് ഈ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. അപ്പൊ ലെവലെന്തോ അവിടെ പോയി എല്ലാം കണ്ട് മനസ്സിലാക്കിയതുപോലെയാണ് ഈ വന്നിരുന്നുകൊണ്ട് കൊണയടിക്കുന്നത്. സംഘപരിവാറിനെയും RSSനെയും സേവാഭാരതിയൊക്കെ നീയൊക്കെ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത പരമനായിക്കളാണ് ഇവരെന്നുള്ളത് ഈ കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. നല്ല ആരോഗ്യമുള്ള സമയത്ത് സേവാഭാരതിയും RSS ഒക്കെ മാക്സിമം നിന്നെയൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്ക് വേസ്റ്റ് തള്ളുന്നത് പോലെ എവിടെയെങ്കിലും കൊണ്ടങ്ങ് തള്ളും. പക്ഷേ ഈ സമുദായം ഉണ്ടല്ലോ, ഒരിക്കലും അവർ അച്ഛനമ്മമാരെയൊന്നും ഒരു വൃദ്ധസദനത്തേക്കും കൊണ്ട് തള്ളത്തില്ല, അല്ലെങ്കിൽ അവരുടെ ഉറ്റവരെ ഉടവരെയൊന്നും ഇങ്ങനെ കൊണ്ട് തള്ളത്തില്ല. കാരണം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതല്ല എന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കി. എൻ്റെ പാലക്കൽ വടയക്ഷി തള്ളേ, നിധി കൂടുതൽ ഞാൻ എന്താ പറയണ്ടത്? എനിക്ക് ഇങ്ങനല്ല ഇത് പറയേണ്ടത്. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.